നമസ്കാരം, ന്യൂസ് അറ്റ് 25ലേക്ക് സ്വാഗതം. പിൻവെഞ്ച് എന്ന സങ്കല്പം ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ഇത് വിദ്യാർത്ഥികളുടെ ആത്മവിശ്വാസത്തെയും പഠനത്തെയും പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ടെന്നും ശിവൻകുട്ടി ഫേസ്ബുക്കിൽ കുറിച്ചു. ആലുവയിൽ നിന്ന് കൊച്ചി വിമാനത്താവളത്തിലേക്ക് പെരിയാറിലൂടെ വാട്ടർ മെട്രോയിലെത്താവുന്ന റൂട്ട് പരിഗണനയിൽ. ആലുവയിൽ നിന്ന് 20 മിനിറ്റ് കൊണ്ട് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന നെടുമ്പാശ്ശേരിയിലെത്താവുന്ന രീതിയിലാണ് റൂട്ട്. നടനും BJP നേതാവുമായ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ ലക്ഷങ്ങളുടെ സാമ്പത്തിക തട്ടിപ്പിൽ ക്രൈംബ്രാഞ്ചിനോട് കുറ്റം സമ്മതിച്ച പ്രതികൾ. തെളിവെടുപ്പിനിടെ ഓംബൈ ഓസിയിലെ മുൻ ജീവനക്കാരികൾ തട്ടിപ്പ് രീതി ക്രൈംബ്രാഞ്ചിനോട് വിവരിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. ലയണൽ മെസ്സി വരുമെന്ന് പറഞ്ഞ കായിക പ്രേമികളെ ആവേശത്തിലാക്കാനാണ് സർക്കാർ ശ്രമിച്ചതെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PM A സലാം. കേരളത്തിലെ കായിക പ്രേമികളോടുള്ള വഞ്ചനയാണിത്. മെസ്സിയെ കൊണ്ടുവരാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ കായിക പ്രേമികളോട് മാപ്പ് പറയണമെന്നും PM A സലാം കൂട്ടിച്ചേർത്തു. ഷാർജയിൽ ആത്മഹത്യ ചെയ്ത അതുല്യയുടെ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറാൻ തീരുമാനം. പോസ്റ്റ്മോർട്ടത്തിൽ അതുല്യ സ്വയം ജീവനൊടുക്കിയതെന്നാണ് കണ്ടെത്തലെങ്കിലും അതുല്യയുടെ കുടുംബം ഇത് വിശ്വാസത്തിലെടുക്കാത്തതിനാലാണ് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നത്. നടി ഉഷ ഹസീനയ്ക്കെതിരെ മല പാർവതി. ഉഷ ഹസീന അമ്മയിലെ സ്ത്രീകളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് വിവരങ്ങൾ ചോർത്തി നൽകിയെന്ന് മല പാർവതി ആരോപിച്ചു. ഗ്രൂപ്പിലെ സ്ക്രീൻഷോട്ടുകളടക്കം 12 ടോക്സ് എന്ന യൂട്യൂബ് ചാനലിൽ നൽകിയെന്നാണ് മല പാർവതി ആരോപിക്കുന്നത്. തന്റെ ഭാര്യ തടവിലാണെന്നും മോചിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട ഹേബിയസ് കോർപ്പസ് ഹർജി നൽകിയ തമിഴ്നാട് സ്വദേശി തന്റെ ഭർത്താവല്ലെന്ന് യുവതി ഹൈക്കോടതിയിൽ. ഈ വ്യക്തി തന്റെ ഭർത്താവല്ലെന്നും സൗഹൃദം മാത്രമാണെന്നും യുവതി കോടതിയിൽ പറഞ്ഞു. പരസ്യ മദ്യപാനം വിവാദത്തിന് പിന്നാലെ മാഹി ഇരട്ടക്കൊലക്കേസിൽ കൊടിസുനി അടക്കമുള്ള പ്രതികളുടെ വിചാരണ നടന്ന വീഡിയോ കോൺഫറൻസ് വഴി. തലശ്ശേരി കോടതിയിൽ ഇന്നലെയായിരുന്നു വിചാരണ നടന്നത്. സംസ്ഥാനത്ത് അംഗനവാടി കുട്ടികൾക്ക് ബിരിയാണി നൽകാനുള്ള പ്രഖ്യാപനം നടപ്പായില്ല. മെനു പരിഷ്കരിച്ച മന്ത്രി വീണ ജോർജ് പ്രഖ്യാപനം നടത്തി 2 മാസമായിട്ടും കുട്ടികൾക്ക് ബിരിയാണി ലഭ്യമായി തുടങ്ങിയില്ല. നേരത്തെ ലഭിച്ചുകൊണ്ടിരുന്ന ഫണ്ട് മാത്രമാണ് ഇപ്പോഴും ലഭിക്കുന്നതെന്ന് അധ്യാപകർ പറയുന്നു. കൊച്ചി നഗരത്തിലെ സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടത്തിൽ സ്വിഗ്ഗി ഡെലിവറി ജീവനക്കാരൻ മരിച്ച സംഭവത്തിൽ മത്സരയോട്ടം നടത്തുന്ന സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റ് റദ്ദാക്കണമെന്ന് ഗിഗ് വർക്കേഴ്സ് യൂണിയൻ ആവശ്യപ്പെട്ടു. കൂത്താട്ടുകുളം നഗരസഭയിൽ ഇടതുപക്ഷത്തിന് ഭരണം നഷ്ടമായി. LDF ഭരണസമിതിക്കെതിരെ UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസ്സായി. അവിശ്വാസ പ്രമേയം പാസ്സായതോടെയാണ് ഇടതിന് ഭരണം നഷ്ടമായത്. CPM വിമത കമല രാജു UDFന്റെ അവിശ്വാസ പ്രമേയത്തിന് പിന്തുണ വോട്ട് ചെയ്തു. ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ കേസ് റദ്ദാക്കാൻ കോടതിയിൽ പോകുന്നതിനെ കുറിച്ച് നിലവിൽ ആലോചിക്കുന്നില്ലെന്ന റായ്പൂർ അതിരൂപത വക്താവ്. പോലീസ് കേസെടുത്തതിൽ തന്നെ പാളിച്ചകളുണ്ട്. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഞങ്ങളെയോ തിരിച്ചോ സമീപിച്ചില്ലെന്നും ഫാദർ സെബാസ്റ്റ്യൻ കൂമറ്റം പറഞ്ഞു. കേരള സർവകലാശാല സസ്പെൻഷനിൽ വിവാദത്തിൽ തിരിച്ചടി മുന്നിൽ കണ്ട പുതിയ നീക്കവുമായി വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ. ഹൈക്കോടതി രജിസ്ട്രാർ KS അനിൽകുമാർ സമർപ്പിച്ച ഹർജിയിൽ സർവകലാശാലയ്ക്ക് വേണ്ടി എതിർ സത്യവാങ്മൂലം നൽകിയ അഭിഭാഷകനോട് VC വിശദീകരണം തേടി. ദളിത് വിഭാഗങ്ങൾക്കും സ്ത്രീകൾക്കുമെതിരായ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണന്റെ പരാമർശത്തിനെതിരെ വിമർശനവുമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. 2 വിഭാഗങ്ങളെ പ്രത്യേകം എടുത്തു പറഞ്ഞത് ശരിയല്ലെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു. പത്തനംതിട്ടയിൽ അധ്യാപികയുടെ ശമ്പളം 14 വർഷമായി ലഭിക്കാത്തതിന്റെ മനോവിഷമത്തിൽ ആത്മഹത്യ ചെയ്ത് ഭർത്താവ് ജീവനൊടുക്കിയ സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ കടുത്ത നടപടിയെടുക്കുമെന്ന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ഓരോ ഫയലും ഓരോ ജീവനാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഛത്തീസ്ഗഡിൽ 2 മലയാളി കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സംഭവത്തിൽ തൃശൂർ MPയും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി മൗനം പാലിച്ചതിൽ സഭാപ്രവർത്തകർക്കിടയിൽ നീരസം. BJP സ്ഥാനാർത്ഥിയായിട്ട് പോലും വിശ്വാസികളുടെ വോട്ട് ഭേദപ്പെട്ട നിലയിൽ ലഭിച്ചയാളെന്ന നിലയിലുള്ള ക്രിയാത്മക പ്രതികരണം മന്ത്രിയിൽ നിന്നുണ്ടായില്ലെന്നും വിമർശനം. സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുന്നു. വിവിധ ജില്ലകളിൽ കനത്ത മഴയെ തുടർന്ന് ജനജീവിതം ദുസ്സഹമായി. കൊച്ചിയിൽ വിവിധ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. പുലർച്ചെ 2 മണിയോടെ ആരംഭിച്ച മഴ 7 മണിയോടെയാണ് തോർന്നത്. മുസ്ലിം ലീഗ് പ്രവർത്തകർ വ്യാപകമായി ലഹരിക്കടത്തും സാമ്പത്തിക തട്ടിപ്പും നടത്തുകയാണെന്ന ആരോപണവുമായി KT ജലീൽ MLA. ഇതിന് ലീഗ് സംസ്ഥാന നേതൃത്വം മറുപടി പറയണമെന്നും ജലീൽ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ പത്രിക തള്ളിയതിനെതിരെ കോടതിയെ സമീപിച്ച നിർമ്മാതാവ് സാന്ദ്ര തോമസ് എറണാകുളം സബ് കോടതിയിൽ ഹർജി നൽകി. BJP പാർലമെന്ററി പാർട്ടി യോഗത്തിൽ അമിത്ഷായെ അഭിനന്ദിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഏറ്റവും കൂടുതൽ കാലം ആഭ്യന്തരമന്ത്രി സ്ഥാനത്ത് തുടർച്ചയായി ഇരുന്നതിനാണ് അഭിനന്ദനം. അമിത്ഷാ ഇനിയും റെക്കോർഡുകൾ തകർക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. നിത്യഹരിത നായകൻ പ്രേം നസീറിന്റെ മകനും നടനുമായ ഷാനവാസ് അന്തരിച്ചു. 71 വയസ്സായിരുന്നു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് അന്ത്യം. 50-ലധികം സിനിമകളിലും ചില ടെലിവിഷൻ പരമ്പരകളിലും അഭിനയിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധിക്കെതിരായ സുപ്രീം കോടതിയുടെ വിമർശനം രാജ്യമാകെ ചർച്ചയായതിന് പിന്നാലെ കേന്ദ്ര സർക്കാരിനോട് ചോദ്യങ്ങളുമായി കോൺഗ്രസ്. ഗാൽവാൻ സംഘർഷത്തിൽ 20 സൈനികർ കൊല്ലപ്പെട്ടതെങ്ങനെയെന്നും ചൈനീസ് സൈന്യം ഇന്ത്യൻ അതിർത്തിയിലേക്ക് കടന്നുകയറിയില്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഏറ്റുമുട്ടൽ ഉണ്ടായതെന്നും ചോദ്യമുണ്ട്. റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ഇന്ത്യയിൽ നിന്നുള്ള സാധനങ്ങളുടെ തീരുവ ഗണ്യമായി ഉയർത്തുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്ക് ശക്തമായ ഭാഷയിൽ മറുപടി നൽകി ഇന്ത്യ.
യുക്രൈൻ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യാൻ തുടങ്ങിയപ്പോൾ US സജീവമായി പ്രോത്സാഹിപ്പിച്ചുവെന്ന് ഇന്ത്യ വ്യക്തമാക്കി. സ്റ്റുഡന്റ് അക്കാദമി അവാർഡ് 2025 ഫൈനലിസ്റ്റായി തിരുവനന്തപുരം സ്വദേശി സിദ്ധാർത്ഥ് ഹരികുമാർ. വാസു എന്ന ഹ്രസ്വ ചിത്രത്തിലൂടെയാണ് സിദ്ധാർത്ഥ് ഈ നേട്ടം സ്വന്തമാക്കിയത്. ISL പ്രതിസന്ധിക്ക് പിന്നാലെ താരങ്ങളുടെ ശമ്പളം മരവിപ്പിച്ച ബംഗളൂരു FC അനിശ്ചിതകാലത്തേക്കാണ് തീരുമാനമെന്ന ക്ലബ്ബ് വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കി. ഇതോടെ ന്യൂസ് at 25 പൂർണ്ണമാകുന്നു. നമസ്കാരം.